എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹണി കേക്കാണ്. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഹണി കേക്ക് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ കേട്ടോ ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു 3 എഗ്ഗ് എടുക്കുക. ഒരു മീഡിയം സൈസായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 3 എഗ്ഗ് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഒരു സ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്കുള്ള പാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ വെക്കേണ്ടത്. എപ്പോഴും തീ വെക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ്. പാൻ വെച്ചിട്ട് അതിലേക്ക് 100 ഗ്രാം ഞാൻ അൺസാൾട്ടഡ് അമൂലിൻ്റെ ബട്ടർ അടഞ്ഞെടുത്ത്, നിങ്ങൾക്ക് ഏത് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിട്ട് നല്ല അത് മെൽട്ടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 3/4 കപ്പ് നോർമൽ ഷുഗറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ ആയാലും നല്ലതാണ്. അപ്പം നോർമൽ ഷുഗർ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല മെൽട്ടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/4 കപ്പ് ഹണി ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ല പോലെ മെൽട്ടായിട്ട് വരണം. അപ്പോൾ ഇങ്ങനെ ഒരു പതഞ്ഞ പോലെ ഇങ്ങനെ വരും. അപ്പോൾ മെൽട്ടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ല കേട്ടോ ഈ കേക്കിലേക്ക്. അത് നല്ല പോലെ മിക്സ് ചെയ്ത് വരും. ഇങ്ങനെ ഒരു നല്ല ബ്രൗൺ ഷെയ്ഡ് വരും. അത് ഒരു വേറെ വല്ലാണ്ട് നമ്മൾ കട്ടിയാക്കാൻ നിൽക്കരുത്. ഇത്തിരി ലൂസിൽ ഇതുപോലത്തെ ലൂസ് കൺസിസ്റ്റൻറ്റിലാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു ബൗളിലേക്ക് പകർത്തിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ഈ മുട്ടയുടെ ബാറ്റർ നമ്മൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് സ്പൂണോ ഫോർക്ക് എന്തായാലും കുഴപ്പമില്ല, ഈ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അതോ എന്ത് വെച്ചിട്ടായാലും നമുക്കത് മിക്സ് ചെയ്ത് പയ്യെ കൊടുക്കാം. പിന്നെ 3 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. 3 കപ്പ് മൈദ നമുക്ക് വേണമെങ്കിൽ മുൻപേ തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ചേർത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ അരിപ്പ വെച്ചിട്ട് നേരെ ബൗളിലേക്ക് അരിച്ച് ഇട്ടാലും പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ചേശ്ശെ ഇട്ട് അതിനെ ഫോൾഡ് ചെയ്ത് നമ്മളിതിലേക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാട്ടോ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കൈ വെച്ചിട്ടായാലും നമുക്ക് അതിനെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം അതൊരിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. തയ്യാറാക്കി വെച്ചത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ക്ലീൻ റാപ്പ് എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ റാപ്പിൽ കുറച്ച് മൈദ തൂക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ബാറ്റർ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഇട്ടിട്ട് അതിന് മേളിൽ കുറച്ചുകൂടി മൈദ തൂക്കിയിട്ട് നല്ല പോലെ ടൈറ്റായിട്ട് നമ്മൾ അടച്ച് കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സ് ഒക്കെ ഫ്രിഡ്ജിനകത്ത് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ നമുക്ക് പരത്താനും ഇതിനൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആകെ ഒട്ടിപ്പിടിച്ച് ആകെ ഒരു ഇതായിരിക്കും. 50 മിനിറ്റ്സിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം അത് പരത്തിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ നമ്മൾ കുഴച്ചെടുത്തിട്ട് നമ്മൾ ശരിക്കും ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെയാട്ടോ ഈ ഹണി കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കില്ല, അതുപോലെ തന്നെയാട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് സെയിം ഒരുപോലത്തെ കഷ്ണങ്ങളാക്കി നമ്മളത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഈ ഹണി കേക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ തിൻ ലെയേഴ്സാണ്. നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഇങ്ങനെ തിൻ ലെയേഴ്സിൽ ഇങ്ങനെ പരത്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ശരിക്കുള്ള ടെക്സ്ചർ വരുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര പാടായിരിക്കുന്നു. പക്ഷേ ഇല്ലേ, നമ്മളിതിങ്ങനെ കുഴച്ചെടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെറ്റാണ്. അത് കഴിഞ്ഞ് ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് തൂക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ബൗൾസും പരത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 6 ഇഞ്ചിൻ്റെ പാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പാൻ കേക്ക് ഉണ്ടാക്കുന്നത്, അത് വെച്ചിട്ട് നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഏത് റൗണ്ടുള്ള ഭയങ്കര വലിപ്പത്തിലുള്ള റൗണ്ടുള്ള പാത്രങ്ങൾ വെച്ച് കട്ട് ചെയ്താണ്ട് ഇരുന്നാൽ മതി. ഒരു മീഡിയം സൈസിലുള്ളത് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കും. ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഹീറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗൾ ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് സ്റ്റീൽ കിണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കാണ് നമ്മൾ ഇനി ബേക്ക് ചെയ്യാൻ പോകുന്നത്. 7 മിനിറ്റ്സാണ് ഇനി ബേക്കിംഗ് ടൈം വരുന്നത്. ഞാൻ ഓവനിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യുന്നത്. ഒരു 7 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ മതി. 7 മിനിറ്റ്സ് വേണമെന്നില്ല, 6 മിനിറ്റ്സ് ആയാലും ചിലവരുടെ ഹീറ്റിംഗ് ടൈം അനുസരിച്ചിട്ട് ഇരിക്കട്ടോ. നമ്മൾ വല്ലാണ്ട് ഹാർഡാക്കാൻ നിൽക്കരുത്. ഇത്തിരി സോഫ്റ്റിൽ തന്നെ അത് എടുക്കുകയും വേണം. ഒരു 10 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാൻ നല്ല ഹാർഡാക്കി എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അതിലേക്ക് ലാസ്റ്റിലേക്ക് ഡെക്കറേഷൻ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്തിട്ടുണ്ട്. അത് പാല് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടോ. എനിക്കങ്ങനെ തണുത്ത പാല് എടുത്ത്
ചെയ്യണേക്കാൾ ഇഷ്ടം എനിക്കൊന്ന് അത് ചൂടാക്കിയിട്ടാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ലെയേഴ്സും വെച്ചിട്ട് നമുക്ക് നല്ല സോക്ക് ചെയ്യണം കേട്ടോ. ഈ കേക്ക് ശരിക്കും നമ്മൾ സാധാ സ്പഞ്ച് പോലെയല്ല, ഹണി കേക്കിൽ നല്ല സോക്കിങ് വേണം. ഒരു ലെയർ മാത്രം നമ്മൾ നല്ല കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ബിസ്ക്കറ്റിൻ്റെ ടൈപ്പ് പോലെ പൊടിഞ്ഞിരിക്കണം. അത് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഡെക്കറേഷൻ ആവശ്യമാണ്. പിന്നെ ഹണി കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു പെർഫെക്ഷൻ്റെ ആവശ്യമില്ല. ഈ ഫ്രോസ്റ്റിംഗ് ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ലെയേഴ്സിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ക്രീം ഒരുപാടൊന്നും തേക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ച് തേച്ച് കൊടുക്കും. അതുകൊണ്ട് ആർക്കും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്ന കേക്കാട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കിതൊരു പെർഫെക്ഷൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഈ പൊടിച്ച് വെച്ച കേക്കിൻ്റെ പൗഡർ ഫുള്ള് നമുക്ക് കവർ ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫുൾ കവർ ചെയ്യുന്നില്ല സൈഡൊന്നും. നമുക്ക് വേണമെങ്കിൽ ഇത് ഫുൾ കവർ ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. കാരണം കസ്റ്റമർക്ക് കൊടുക്കേണ്ട സമയമായപ്പോൾ അതാണ് വേഗം ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഹണി കേക്ക്. കാരണം ഇതിന് പെർഫെക്ഷൻ്റെ ആവശ്യം ഒന്നുമില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതായിട്ട് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.